സസ്പെൻഷൻ വാർത്തയെ ഞങ്ങൾ അങ്ങനെ കാണുകയാണ്. സസ്പെൻഷൻ തെറ്റാല് പറയും, തെറ്റെന്നാല് പറയും, അതൊക്കെ വേറെ കാര്യങ്ങൾ. തലയടിച്ച് പൊട്ടിക്കലല്ലല്ലോ ഒരു രീതി, ശരിയായ രീതി. ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP ആയിരുന്നു അദ്ദേഹം. അപ്രകാരമൊരു ചുമതല വഹിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടാത്ത പ്രവർത്തനമുണ്ടായി എന്ന് CPI അന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഊഴം വെച്ച് RSS നേതാക്കന്മാരെ കാണാൻ പോയ ഉദ്യോഗസ്ഥരാണ്. ദേശീയോത്സവമായി കേരളം എന്നും കാണുന്ന തൃശ്ശൂർ പൂരത്തെ അലങ്കോലമാക്കാൻ നടത്തിയ ശ്രമങ്ങളിൽ പങ്കുള്ളതായിട്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം കുറ്റാരോപിതനായിരുന്നു. പൂരം നാളിൽ തൃശ്ശൂർ ചുമതലക്കാരനായ മന്ത്രിയുടെ ഫോൺ പലവട്ടം ഉണ്ടായിട്ട് പോലും ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോലും നേരം കിട്ടാതെ പോയ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ആ ഉദ്യോഗസ്ഥന് അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൻ്റെ ജനാധിപത്യ മൊത്തത്തിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്ന അവസ്ഥയെപ്പറ്റിയാണ് ഞങ്ങളൊന്നും ആശങ്കപ്പെട്ടത്. അതുകൊണ്ട് സസ്പെൻഷൻ വാർത്തയെ ഞങ്ങളങ്ങനെ കാണുകയാണ്. സസ്പെൻഷൻ തെറ്റാല് പറയും, തെറ്റെന്നാല് പറയും, അതൊക്കെ വേറെ കാര്യങ്ങൾ. വിഷയം കൂടി ആലപ്പുഴയിലെ സംഭവമാണ്. അങ്ങനെ തലയൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രത്യേകിച്ച് ഈ പ്രവർത്തകരൊക്കെ അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ കൃത്രിമത്വം കാണിക്കുന്നു. ആ രീതിയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്നതാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ? തലയടിച്ച് പൊട്ടിക്കലല്ലല്ലോ ഒരു രീതി, ശരിയായ രീതി. പക്ഷേ CPI അന്ന് ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ ഇപ്പോഴും അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ പൂരത്തിന്റെ അടക്കമുള്ള വിഷയങ്ങൾ ഇല്ല, അതേപ്പറ്റി പിന്നെ പറയും. ഇപ്പം ഇത്രേ പറയുന്നുള്ളൂ. ഭരണം മാറിയ ശേഷമാണ് ഒരു നടപടി ഉണ്ടാവുന്നത്. അല്ല, ഭരണം മാറുമല്ലോ 5 കൊല്ലം കഴിയുമ്പോൾ. പറയുന്നത് പല വിഷയങ്ങളാണ്. ഇപ്പോൾ RSS നേതാക്കളെ കണ്ടതൊന്ന്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യം, ഇപ്പോൾ മൂന്നാമത്തെ സംഭവത്തിലാണ് ഈ കാര്യം. അപ്പൊ തുടർച്ചയായി ഇങ്ങനെ പല കുറ്റങ്ങളും ചെയ്ത ഉദ്യോഗസ്ഥരെ ഇങ്ങനെ നിൽക്കാൻ സമ്മതിക്കേണ്ട സാഹചര്യം CPI ആ വിഷയത്തെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. ഇല്ലേ? പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്കുണ്ടോ? വേറെന്തെങ്കിലും സംബന്ധിച്ചുള്ള ചർച്ചകൾ? ഒരു മാറ്റവുമില്ല. വേറെ എന്താ ഉള്ളത്? ചോദിച്ചല്ലോ, ചോദിച്ചത് നിങ്ങൾ കേട്ടില്ല. ആ ചോദ്യം ഉണ്ടായി, ഉത്തരവുണ്ടായി. ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പ്രത്യേകിച്ചൊന്നും അതേപ്പറ്റി ഇപ്പോൾ പറയാനില്ല. ആവശ്യം ഗൗരവമുള്ള ആവശ്യമാണ്. ഗൗരവമായിട്ട് CPI മുന്നോട്ട് വെച്ച ഒന്നാണ്. അതിപ്പോഴും അതേ ഗൗരവത്തോടെ നിലനിൽക്കുന്നു. CPI ഉറച്ചു നിൽക്കുന്നു. വേറെന്താ ഉള്ളത്? അതിലിനി തുടർ നടപടികൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഈ നിലവിലുള്ള ചർച്ചകളും മറ്റും. ജീവിതം എന്ന് പറഞ്ഞാൽ അത് മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. അതിനകത്തിപ്പം ഫുൾ സ്റ്റോപ്പ് ഇപ്പോഴാന്ന് പറയണ്ട. ഫുൾ സ്റ്റോപ്പ് ഇപ്പോഴില്ല. ഇപ്പോഴല്ലെങ്കിലും ഭാവിയിലെങ്കിലും നോക്കാം. LDF-നകത്ത് എല്ലാവർക്കും അറിയാം, അടിസ്ഥാനം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ നിലപാടുകളും ഉൾക്കാഴ്ചയുമാണ്. എല്ലാത്തിൻ്റെയും കാതൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സംസ്കാരവും ബോധവുമാണ്. അതെല്ലാമാണ് ഏത് വിഷയങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ, എല്ലാ തർക്കങ്ങൾക്കും പരിഹാരമാരായുമ്പോൾ CPI നയിക്കുന്ന കാഴ്ചപ്പാട് അതാണ്. അതുകൊണ്ട് CPIക്ക് തികഞ്ഞ ശുഭപ്രതീക്ഷയുണ്ട്. എന്ത് മാറ്റം? LDF ഒരു മാറ്റം ഉണ്ടാവില്ല. LDF ആയിട്ട് പോകും. അതല്ല, ഈ
തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം CPM മാറ്റത്തിന് ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. CPIക്ക് അക്കാര്യത്തിൽ എന്താണ്? നിങ്ങളിവിടെ ജീവിക്കുന്നത് CPMന്റെ എല്ലാ കമ്മിറ്റികളും എല്ലാ ഘടകങ്ങളും മുകളിലും താഴെയുമുള്ളവ പലവട്ടം കൂടിയത് സംഭവിച്ച പരാജയത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടിയാണ്. CPIയും ആ പ്രക്രിയയിലാണ്. ഒരു പരാജയത്തിൻ്റെ മുമ്പിൽ കണ്ണടച്ചു പിടിക്കാതെയും വെറും വാക്ക് പറയാതെയും എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് ഇത്രയും ഗൗരവമായി പരിശോധിച്ച ബന്ധപ്പെട്ട രംഗത്ത് മാറ്റം വരുത്തണമെങ്കിൽ ആ മാറ്റം വരുത്താൻ എല്ലാം തയ്യാറായ പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികളായ CPMഉം CPIയും മാത്രമാണ്. ആ പാർട്ടികളുടെ ആ രാഷ്ട്രീയ നീക്കത്തെപ്പറ്റി, നയത്തെപ്പറ്റി, മനോഭാവത്തെപ്പറ്റി നല്ല വാക്ക് പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ ശബരിമല സ്വർണ്ണക്കട കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തോടൊപ്പം തന്നെ ബോർഡ് മെമ്പർ അഞ്ജുകുമാറും അറസ്റ്റിലായിരുന്നു. അറസ്റ്റിലായോ? ആ വാർത്ത ശരിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്വേഷണ വിധേയമായി ആ പാർട്ടി അംഗത്തെ സസ്പെൻഡ് ചെയ്യും പാർട്ടി. ആ വാർത്ത ശരിയാണെങ്കിൽ. എല്ലാം ഈ വഖഫ് ഒന്നും ചോദിക്കാനല്ല. സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന വ്യത്യസ്തമായ നിലപാടാണ്. നിങ്ങൾക്ക് ചോദിക്കാൻ എന്താണ് അതാ നിങ്ങളുടെ പ്രശ്നം. അതാണ് നിങ്ങളുടെ പ്രശ്നം. UDF ഗവൺമെന്റിന്റെ കള്ളക്കളികൾ, ചാഞ്ചാട്ടങ്ങൾ, BJP ചായ്വ്, അതൊന്നും ചോദിക്കാൻ നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. അതേപ്പറ്റി ഒരു വാക്ക് പറയാൻ താല്പര്യം CPIക്കുണ്ട്. വഖഫ് വിഷയത്തിൽ UDF നയിക്കുന്നത് BJP താല്പര്യങ്ങളാണ് UDF സർക്കാർ നയിക്കുന്നത്. എല്ലാ രംഗത്തും കാണുന്ന കാഴ്ച അതാണ്. നെഹ്റുവിൻ്റെ പേര്, പക്ഷെ ഗോഡ്സെയുടെ ഊര്, ജീവൻ, ഗോഡ്സെയുടെ ജീവനാണത്. നെഹ്റുവിൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ RSSൻ്റെയും ഗോഡ്സെയുടെയും ഗോൾവാക്കറുടെയും എല്ലാം ആശയങ്ങളാണ് UDF നയിക്കുന്നത് എല്ലാ കാര്യത്തിലും. വഖഫിലും അതുതന്നെയാണ്. BJP എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവർത്തനമാണ് മുഖ്യമന്ത്രി അതേപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. മുമ്പേ ഗമിക്കുന്ന BJPയുടെ പിമ്പേ ഗമിക്കുന്ന മുഖ്യമന്ത്രിയായി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി മാറിയ സ്ഥിതിയെപ്പറ്റി കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ഗാന്ധി നെഹ്റു ചിന്തകളുള്ളവർ ചിന്തിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ സുപ്രീം കോടതിയിൽ കേരളം പറഞ്ഞിരിക്കുന്ന വഖഫ് നിയമത്തിലെ സെക്ഷൻ 14 നടപ്പാക്കുന്നതിനെ എതിർപ്പില്ല എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിൽ എതിർപ്പില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ ഇതിലൊരു ഇരട്ടത്താപ്പുണ്ട് എന്ന് തന്നെയല്ലേ ആർക്ക്? സംസ്ഥാന സർക്കാർ വിഷയത്തിൽ BJPയുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് നിൽക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് നയിക്കുന്ന UDFന്, ലീഗുള്ള UDFന് മുട്ടുകുട്ടിയിടിക്കും. അതാണ് വിഷയം. കോൺഗ്രസ് ഇങ്ങനെ വഴിമാറി പോകുമ്പോൾ, BJPയുടെ പിന്തുണക്കാരനായി പോകുമ്പോൾ ലീഗ് കാണിക്കുന്ന വിധേയത്വം അത് ലീഗിനെ എവിടെ എത്തിക്കുമെന്ന് കണ്ടറിയണം. ഇത് PMCയിലും കണ്ടതാണ്. PMCയിലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി PMC നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആർക്കും അത്ഭുതമില്ല. കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് BJPയെ വലിയ അളവോളം ഭയപ്പാടാണ്. വിദ്യാഭ്യാസ പോലെ രംഗത്ത് അതുകൊണ്ട് BJP അജണ്ട, RSS കാര്യപരിപാടി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന PMCയോട് അദ്ദേഹത്തിന് കൂറുണ്ടാകാം. പക്ഷെ ലീഗ് എന്തു പറഞ്ഞുകൊണ്ടായിരിക്കും ഈ BJP അനുകൂലമായ നയങ്ങളെ പിന്താങ്ങാൻ പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ സാമർഥ്യമേറും ലീഗിനെ കൊണ്ട് കോൺഗ്രസ് BJP അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കൗശലമാണ് നമ്മൾ കാണുന്നത്.
ആ കൗശലത്തിൻ്റെ നിസ്സഹായ ഇരയായിട്ട് ലീഗ് മാറുന്ന കാഴ്ച എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നുണ്ട്, ഞങ്ങളെയും. ഈ വഖഫ് വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരു ഇരട്ടത്താഴ സമീപനമാണ് സ്വീകരിക്കുന്നത്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ സത്യവാങ്മൂലം നൽകിയതാണ് 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആ പ്രസ്താവന സത്യവിരുദ്ധമാണ്. ലീഗ് നേതാവായ AAG നേരിട്ട് ഇത്രയാണ് ബ്രീഫ് ചെയ്തത് സുപ്രീം കോടതിയിലെ സീനിയേഴ്സിനെ. എന്നിട്ടാണ് ഇത്തരത്തിലൊരു നിലപാട് സുപ്രീം കോടതി അറിയിച്ചത്. അതാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ ചങ്ങാത്തം മൂത്ത് ലീഗ് ഇപ്പോൾ BJPയിലേക്കുള്ള ഒരു ഇതിനകത്താണ്. എന്ന് പറഞ്ഞാൽ ഈ അങ്കമാലി സ്റ്റേഷനില്ലേ, റെയിൽവേ സ്റ്റേഷൻ, അവിടുത്തെ ബോർഡിൽ കാണാൻ പറ്റും അങ്കമാലി, താഴെ കാലടിയിലേക്ക് പോകാൻ ഇവിടെ ഇറങ്ങുക എന്ന്. അതാണ് UDF എന്ന് എഴുതി വെച്ച വലിയ ലക്ഷ്യത്തിൽ UDF. പക്ഷെ BJPയുടെ നയം നടപ്പിലാക്കാൻ വേണ്ടി ഇതിലോട്ട് കയറുക എന്നാണ് വായിക്കേണ്ടത്. ആ നയത്തിൻ്റെ കൂടെയാണ് ലീഗെങ്കിൽ ആ ലീഗിൻ്റെ കാര്യം പോക്കാണ്. ഓക്കെ, ശരി. എല്ലാവർക്കും ഓരോ കത്തുണ്ട് കേട്ടോ, PKയുടെ. അത് കൈപ്പറ്റിക്കൊണ്ട് പോകാവുള്ളൂ. സുഹൃത്തുക്കളെയും കുടുംബത്തെയും കൂട്ടി വരണം എല്ലാവരും. നീ അതൊക്കെ പറയേണ്ടത്. കോൺഗ്രസുമായുള്ള ചങ്ങാത്തം മുത്ത് ലീഗ് ഇപ്പോ BJPയുടെ അല്ല, അങ്കമാലി സ്റ്റേഷൻ നീ നോക്കിയാൽ മതി പോകുമ്പോഴത്തേക്ക്. അങ്കമാലി എഴുതി വെച്ചിരിക്കും കാലടിയിലേക്ക് പോകാൻ ഇവിടെ ഇറങ്ങുക എന്ന്. അതുപോലെ കോൺഗ്രസ് എഴുതി വെച്ചിരിക്കുകയാണ് BJPയിലേക്ക് പോകാൻ ഇതിലോട്ട് കയറുക എന്നാണ്. അതാണ് UDFന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതിലാണ് ലീഗ് പെട്ടിരിക്കുന്നത്. PMC കാണാം, വഖഫിൽ കാണാം, പലതിലും കാണാം.